പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂലൈ മാസം 11 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചിട്ട് നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് ആ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന കർത്താവിന് ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചോണ്ടെന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച നമ്മുടെ പിതാവിന് കരം ഉയർത്തിപ്പിടിച്ച് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ആമേൻ. അതിശയമായി നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ശ്രേഷ്ഠമായി നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിനെ നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവ് വിശ്വസ്തനാകുന്നു, കർത്താവ് മാറ്റമില്ലാത്തവനാകുന്നു. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം ചെയ്യാം. 48-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കർത്താവിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. ആമേൻ. മഹാരാജാവിൻ്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക അത്ഭുതങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമായി തീരട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ. അവൻ ദിവസങ്ങളായി ഉണ്ടായിരിക്കുന്ന ചെസ്റ്റ് ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ, ആമേൻ. കഫക്കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചുമകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. മൂത്ര തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. മൂത്ര സംബന്ധമായ രോഗങ്ങൾ, ആമേൻ, യൂറിൻ പാസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. കാലിൻ്റെ ആമേൻ പൊത്തയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽ വിരലുകൾക്കും കാൽ പൊത്തയ്ക്കും കാലിൻ്റെ അടിഭാഗത്തുമുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് കൊടുത്ത വിടുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണം. ജോലി ലഭിച്ചു, പക്ഷേ ജോലിക്ക് ജോലിക്ക് പോകാൻ അങ്ങോട്ട് പറ്റുന്നില്ല. ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ജോലിയിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവൻ നാളുകളായി ലഭിക്കാതിരുന്ന ജോലിയാണ്, അത് ലഭിച്ചു. പക്ഷേ ജോലി ചെയ്യാനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ജോലി സ്ഥലത്ത് നേരിടുന്ന ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവേ, ഈ പ്രഭാതത്തിൽ ദുഃഖിതരായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണം. ആമേൻ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. ഭവനാന്തരീക്ഷങ്ങളിൽ മാറ്റമുണ്ടാകണം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ഇന്ന് പകൽ നടന്നിരിക്കുന്ന എല്ലാ വിടുതലുകൾക്കും സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ അവരോട് കൂടെ ഇരിക്കണമേ, സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ. വലിയ റിവൈവലിന് വേണ്ടി സഭയെ ഒരുക്കണമേ. ലോകവ്യാപകമായ ഒരു ഉണർവിന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സഭായോഗം മിഡിൽ ഈസ്റ്റിനെ ചലിപ്പിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ ഇമ്പാക്റ്റുകൾ കൊണ്ടുവരട്ടെ. കർത്താവിൻ്റെ വലിയ മഹിമ ആമേൻ മിഡിൽ ഈസ്റ്റിൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷം രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. വിശ്വാസത്തോടെ അതിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും.
മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിക്കൽ നിന്നു നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി കളയും എന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതുമായിരുന്നു. സ്തോത്രം. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഈ ഒരു പ്രോഫറ്റിക്കൽ മെസ്സേജാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ആര് നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി കളയും എന്നവർ തമ്മിൽ പറഞ്ഞു. പക്ഷെ അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. ഇന്ന് പ്രഭാതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഉണർന്നപ്പോൾ എങ്ങനെ ആ പ്രശ്നം കൈകാര്യം ചെയ്യും, എങ്ങനെയായി തീരും എന്നൊക്കെ ചിന്തിച്ചായിരിക്കാം എഴുന്നേറ്റത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അന്ന് അവിടെ കല്ലറയുടെ മുമ്പിൽ കല്ല് ഉരുണ്ടു മാറിയതുപോലെ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതകരമായ ചില പ്രവൃത്തികൾ നടക്കട്ടെ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ഈ 3 സഹോദരിമാർ നമുക്കറിയാം. മഗ്ദലക്കാരത്തി മറിയയും പിന്നെ പറഞ്ഞിരിക്കുന്ന ആരൊക്കെയായിരുന്നു? മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് കർത്താവിനെ സുഗന്ധം പൂശേണ്ടതിന് കർത്താവിൻ്റെ കല്ലറയ്ക്കലിലേക്ക് അധികാരത്ത് ചെല്ലുക. ആമേൻ. അവർ പോകുന്ന വഴി അവർക്കറിയാം അവിടെ വലിയൊരു കല്ല് വെച്ച് അത് മുദ്ര വെച്ചിരിക്കുക. അവർക്ക് അത് ഓൾറെഡി അറിയാം. അപ്പോൾ ഇത് അവരുടെ മനസ്സിൽ വരിക, ഇത് ആരവർക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റും എന്ന വലിയ ചോദ്യവുമായിട്ടാണ് അവരവിടേക്ക് ചെല്ലുന്നത്. ഹല്ലേലൂയ. പക്ഷെ അവർ എന്തു ഭയപ്പെട്ട് ചെന്നോ അതവർ ചെല്ലുമ്പോൾ അവർ എന്തുദ്ദേശിച്ചോ അത് സംഭവിച്ചിരിക്കുക. കല്ല് ഉരുണ്ട് മാറിയിരിക്കുക. ആമേൻ. നമ്മളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആമേൻ നമ്മുടെ മുമ്പിൽ വലിയ കല്ലുകൾ കാണും നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ. ഇന്ന് എന്നെ ആര് സാമ്പത്തികമായിട്ട് സഹായിക്കും? ഇന്ന് ആ അടഞ്ഞുപോയ വാതിൽ ആരെനിക്ക് വേണ്ടി തുറന്നു തരും? അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ രക്ഷിപ്പാൻ ആരിറങ്ങി വരും? അല്ലെങ്കിൽ ഈ കുടുംബജീവിതത്തെ രക്ഷിപ്പാൻ ആരിറങ്ങി വരും? ഈ രോഗത്തെ സൗഖ്യമാക്കുവാൻ ആരിറങ്ങി വരും? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ ഈ മർക്കോസിൻ്റെ സുവിശേഷം 16:4 നമ്മളെ ഓർപ്പിക്കുന്നു, എത്ര വലിയ പ്രശ്നമാണെങ്കിലും ആമേൻ അത് നമ്മുടെ ദൈവത്തിന് വളരെ ചെറുതാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ ഇന്ന് പേടിപ്പിക്കുന്നത് എന്താണോ, നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് എന്താണോ, അത് കർത്താവ് ഓൾറെഡി നമ്മുടെ ജീവിതത്തിൽ നീക്കിക്കളഞ്ഞിരിക്കുന്നു. അതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇത് യേശുവിനെ ആ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയല്ല ഈ കല്ല് ഉരുട്ടി മാറ്റിയത്. കാരണം യേശുവിനെ കല്ലറയ്ക്കകത്തുനിന്ന് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്. പക്ഷേ ഈ കല്ല് ഉരുട്ടി നീക്കിയതിന് വേണ്ടിയാണ്, ഈ സഹോദരിമാർക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ആമേൻ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സകല കല്ലുകളും ഉരുണ്ടു മാറാൻ പോവുകയാണ്. ഒരിക്കലും ഒരു പെൺകുട്ടി അവർക്ക് ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായി. നടന്ന സംഭവമാണ്, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടന്ന സംഭവം. ആമേൻ. ഈ പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അവൾ ബൈബിൾ കോളേജിൽ ചെന്നു. പക്ഷേ അവിടെ കയ്യിൽ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാതിരിക്കുമ്പോൾ അവളോട് ആ ബൈബിൾ കോളേജുകാർ പറഞ്ഞു, നീ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞു. ഇത്ര രൂപയാണ് നിൻ്റെ ഫീസ്. അപ്പോൾ ഇവളും ഇവിടെ അമ്മയും കൂടെ വീട്ടിൽ വന്നിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇവൾക്കൊരു ബോധ്യം കൊടുക്കുക, നീ നാളെ ബൈബിൾ കോളേജിൽ ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ തോളിൽ തോർത്തിട്ട് വന്ന് ഒരു മനുഷ്യൻ നിൻ്റെ ഫീസ് അടച്ചിട്ട് പോകും. ഇവൾ രാവിലെ 9 മണിയായപ്പോൾ ബൈബിൾ കോളേജിൽ വീണ്ടും ചെന്നു. ബൈബിൾ കോളേജ് അധികൃതർ ചോദിച്ചു, നിൻ്റെ ഫീസ് അടയ്ക്കപ്പെട്ടോ, അടയ്ക്കാൻ പൈസ ഉണ്ടോ? ഉടനെ പറഞ്ഞില്ല. തോളിൽ തോർത്തിട്ടൊരാൾ വന്ന് എൻ്റെ ഫീസ് അടച്ചു തരുമെന്ന് പറഞ്ഞു. ആമേൻ. അവർ ചിരിച്ചു, എല്ലാവരും ചിരിച്ചു. എന്നാൽ 10 മണിയായപ്പോൾ ആ ദേശത്തെ ഒരു പ്രമുഖനായ വ്യക്തി, അദ്ദേഹം ഭയങ്കര റിച്ച് മാനാണ്, അദ്ദേഹം എപ്പോഴും തോളിൽ തോർത്തിട്ടേ നടക്കത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ അതൊരു നാണക്കേടാണ്, ഈ മനുഷ്യൻ തോളിൽ തോർത്തിട്ട് നടക്കുന്നത്. അവരൊക്കെ എപ്പോഴും വഴക്ക് പറയും, അച്ഛൻ എന്തിനെ തോളിൽ തോർത്തിട്ട് നടക്കുന്നത് എന്ന് പറയും. പക്ഷേ അവിടെ വന്നപ്പോൾ ഈ കൊച്ച് അവിടെ ഓൾറെഡി വന്ന് പറഞ്ഞു, ഈ തോളിൽ തോർത്തിട്ട് വന്ന ഒരങ്കിള് എൻ്റെ ഫീസ് അടയ്ക്കുമെന്ന് പറഞ്ഞു. ആമേൻ. ഈ മനുഷ്യൻ 10 മണിയായപ്പം വന്നു. ഈ ബൈബിൾ കോളേജ് അധികൃതർക്ക് അറിയാവുന്ന വ്യക്തിയായിരുന്നു. അവരോട് പറഞ്ഞു, ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ ഒരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ച് പറഞ്ഞു, അവിടെ ഫീസ് അടയ്ക്കാൻ ദൈവം ഒരാളെ ഒരുക്കിയിട്ടുണ്ട്, ആ മനുഷ്യൻ തോളിൽ തോർത്തിട്ട് വരുമെന്ന് പറഞ്ഞു.
അച്ചായന് ഭയങ്കര സന്തോഷമായി. അച്ചായൻ ഫീസ് അടച്ചു കൊടുക്കുക മാത്രമല്ല, ആ കൊച്ചിൻ്റെ കല്യാണം വരെ നടത്തിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ദൈവിക ഇടപെടൽ നടക്കും. ആര് ഈ കല്ലുരുട്ടി നീക്കുമെന്ന് ചിന്തിച്ചാണോ ഇന്ന് രാവിലെ എഴുന്നേറ്റത്? ഇന്ന് രാവിലെ ആര് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് വിചാരിച്ചാണോ എഴുന്നേറ്റത്? ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആര് എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുമെന്ന് വിചാരിച്ചാണോ എഴുന്നേറ്റത്? ഡു നോട്ട് വറി. മർക്കോസ് 16:4 പറയുന്നു, അവർ അവിടെ ചെല്ലുമ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയതായി അവർ കണ്ടു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. ഇതുപോലെ തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ ആമേൻ ആമീൻ പറഞ്ഞ് ആമേൻ രാവിലെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് കല്ലുകളെ ഉരുട്ടി മാറ്റും. ആമേൻ. യേശു ക്രിസ്തു നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ നമ്മൾ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. God bless you. God bless you.